ജനുവരി 2 വ്യാഴാഴ്ച. യോഹന്നാൻ 1:19 മുതൽ 28 വരെ വാക്യങ്ങൾ. നിങ്ങളെ തന്നെ അറിയുക എന്നതാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം. ഈ പ്രസിദ്ധമായ ഉദ്ധരണി പലപ്പോഴും സോക്രട്ടീസിന് അവകാശപ്പെട്ടതാണ്. നിങ്ങൾ ആരാണ് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ എന്ത് ഉത്തരമായിരിക്കും നൽകുന്നത്? ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ ജോലിയെക്കുറിച്ചോ തൊഴിലിനെക്കുറിച്ചോ പരാമർശിച്ചേക്കാം. ഒരുപക്ഷെ നിങ്ങൾ ഇന്ന മാതാപിതാക്കളുടെ മകനോ മകളോ ആണെന്ന് പറഞ്ഞേക്കാം. എന്നാൽ ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, മകളാണ് എന്ന് പറയുന്നവർ വളരെ വിരളമായിരിക്കും. എന്നാലും സത്യം അതാണ്. തിരിച്ചറിഞ്ഞാലും ഇല്ലെങ്കിലും നാം എല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. ഇന്നത്തെ സുവിശേഷ വായനയിലെ വിനയത്തിൻ്റെയും ലക്ഷ്യത്തിൻ്റെയും പ്രതീകമായ യോഹന്നാൻ സ്നാപകൻ്റെ ഹൃദ്യമായ ചിത്രീകരണം ഉണ്ട്. യഹൂദ നേതാക്കളുമായി ഇടപഴകുമ്പോൾ യോഹന്നാൻ്റെ പ്രതികരണങ്ങൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെയും ദൗത്യത്തെയും കുറിച്ചുള്ള ആഴത്തിലുള്ള ധാരണയെ വ്യക്തമാക്കുന്നു. കർത്താവിൻ്റെ വഴി ഒരുക്കുക എന്ന ദൗത്യം തുടർന്നുകൊണ്ടേയിരുന്ന ആധുനിക യോഹന്നാൻ നമുക്ക് ആകാൻ സാധിക്കും. യേശു ഇതിനകം വന്നു, പക്ഷേ അവൻ വീണ്ടും വരും. ഈ ദൗത്യം നിർവഹിക്കുമ്പോൾ നിരവധി തടസ്സങ്ങളുണ്ടാകാം, പക്ഷേ ഒന്നിനും നമ്മെ തടയാൻ കഴിയില്ല. നമ്മിലെ ക്രിസ്തു ജീവിച്ചിരിക്കുന്നു. അവൻ നമ്മുടെ ശക്തിയാണ്. ഈ ദിവസം മാത്രമല്ല, നമ്മുടെ ജീവിതകാലം മുഴുവൻ നമുക്ക് രക്ഷയുടെ സുവിശേഷം പ്രഘോഷിക്കുന്ന, മരുഭൂമിയിൽ നിലവിളിക്കുന്ന ശബ്ദമാകാം യോഹന്നാനെ പോലെ. ഇന്ന് തിരുസഭ ക്രിസ്തുമത ചരിത്രത്തിലെ 2 പ്രമുഖരായ വിശുദ്ധരുടെ ഓർമ്മ ആചരിക്കുന്നു. ബേസിൽ ദ ഗ്രേറ്റും സെയിൻറ്റ് ഗ്രിഗറി നാസിയാൻസനും. സഭാപിതാക്കന്മാരും ദൈവശാസ്ത്രജ്ഞരും എന്ന നിലയിലെ അവർ ക്രിസ്ത്യൻ സന്യാസത്തിൻ്റെയും വിശ്വാസ സിദ്ധാന്തത്തിൻ്റെയും വികാസത്തിൽ ശാശ്വതമായ സ്വാധീനം ചെലുത്തിയിട്ടുള്ള വ്യക്തികളാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.